الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن تريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നേരിൽ കാണുന്നത്. പക്ഷെ ഇടവേള ഉണ്ടായിട്ടില്ല. കാരണം ആഴ്ചക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അല്ലാഹു നമ്മളിൽ നിന്ന് എല്ലാ നല്ല അമലുകളും ഉപേക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 175 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി 176, 177 ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. അല്പം കൂടുതൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ്. അല്പം ദീർഘമുള്ള ആയത്തുകളാണ് 177 ആയത്ത്. 175 ആയത്തിനോട് ചേർന്ന് അതിന്റെ തന്നെ ഒരു ഭാഗമാണ് 176 ആയത്ത്. 175 നമ്മൾ മനസ്സിലാക്കിയത് ലാഹിഖല്ലദീന ഇസ്തറൂ ളലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ വമാ അസ്ബറഹും അലന്നാർ. സന്മാർഗം വിറ്റ് ദുർമാർഗം വാങ്ങിയവരാണ് അവർ. അതുപോലെ മഗ്ഫിറത്തിന് പകരം ശിക്ഷയും അല്ലാഹു പരിഹസിക്കുകയാണ്. എന്തൊരു ക്ഷമയാണ് അവർക്ക്, എന്തൊരു സുഖമാണ് അവർക്ക്. എന്തിന്? നരകശിക്ഷ വാങ്ങാന്. യഥാർത്ഥത്തില് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സുഖത കാണിക്കേണ്ടത്. പക്ഷേ അവര് സുഖത കാണിക്കുന്നത് നരകത്ത് പോകാനാണ്. അതുകൊണ്ട് അവർക്ക് എന്തൊരു ക്ഷമയാണ്, എന്തൊരു സുഖമാണ്. നമ്മൾ പറയില്ല, നല്ല ആൾക്കാർ
സാധാരണ പറയുന്നത് നല്ല ആൾക്കാർ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നല്ലതാണെന്നാണോ? അല്ല. അപ്പോ അതേ രീതിയിലുള്ള ഒരു പ്രയോഗമാണ്. അത് പറഞ്ഞിട്ട് പിന്നെ പറയാണ് അത് നിശ്ചയമായും അല്ലാഹു നസ്സല ഇറക്കി. അൽ കിതാബ് നമ്മൾ ഒരുപാട് പഠിച്ചതാണ് അല്ലെ? നമ്മള് ശരിക്കും പറഞ്ഞാൽ അൽ കിതാബ് വളരെ വിശദമായി പഠിച്ചത് പിന്നെ സൂറത്തുൽ കഹ്ഫിന്റെ സമയത്താണ് അല്ലെ? അൽ കിതാബ് ശരിക്കും പഠിച്ചത് വിശദമായിട്ടൊരു ക്ലാസ് തന്നെ ഒരു ദിവസം അൽ കിതാബ് തന്നെ പഠിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മ. നസ്സല ഇറക്കി എന്താണ്? അൽ കിതാബ് ബിൽ ഹഖ്, ഹക്കുമായിട്ടാണ് ഇറക്കിയത്. അവർ ഭിന്നിച്ചിരിക്കുന്നു, കിതാബിൽ ഭിന്നിച്ചിരിക്കുന്നു. അവരെന്താണ്? വളരെ വിദൂരമായ ഭിന്നിപ്പിലാണ് അവരുള്ളത് എന്നതാണ്. അവർ കലഹത്തിലാണ്, വിരോധത്തിലാണ്. അങ്ങനെ വിരോധത്തിലും കലഹത്തിലും അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. ഒരു വിരോധത്തിന്റെ ഒരു വക്കിൽ നിൽക്കല്ല, അവർ വിരോധത്തിന്റെ ഉള്ളിലേക്ക് കയറി കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഈ അൽ കിതാബ് എന്ന് പറയുന്നത് ആരുടെയോ ഭാവനയിൽ അങ്ങനെ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമല്ല. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പലരും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ആ പുസ്തകങ്ങളിലേക്ക് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വായിക്കുകയും ചെയ്യാം, വായിക്കാതിരിക്കുകയും ചെയ്യാം. ഒരു പുസ്തകത്തെ കുറിച്ച് നമുക്ക് ആ പുസ്തകം ഇഷ്ടപ്പെടുകയും ചെയ്യാം, ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാം. ആ പുസ്തകത്തെ വായിക്കുകയും വായിക്കാതിരിക്കുകയും ചെയ്യും. ആ പുസ്തകം വായിപ്പിക്കുകയും വായിപ്പിക്കാതിരിക്കുകയും ചെയ്യാം. ആ പുസ്തകത്തെ നിരൂപണം ചെയ്യും. അങ്ങനെ ഒക്കെയാണ് സാധാരണ പുസ്തകങ്ങൾ. മഹാന്മാരായ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുക എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല എല്ലാവരും. അതേ സമയത്ത് ഈ കിതാബിന്റെ പ്രത്യേകത ഇതാണ് ഹക്കായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഭരണഘടന രചിച്ചിട്ടുള്ള ആളുകൾ വേറെ പുസ്തകം എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ആ പുസ്തകം നമ്മൾ വായിച്ചോളണമെന്നില്ല, പരിഗണിച്ചോളണമെന്നില്ല. പക്ഷെ ഭരണഘടനയെ അങ്ങനെ നമ്മൾ പരിഗണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആ പുസ്തകം എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ? അപ്പോ യഥാർത്ഥത്തിൽ ഇത് മനുഷ്യ സമൂഹത്തിനുള്ള ഭരണഘടനയാണ്. അല്ലാഹുവിന്റെ കിതാബ്. അത് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഹക്ക്. ഈ ഹക്കുമായി കൊണ്ട് ഈ പരമസത്യം വ്യക്തമാക്കുന്ന ഒരു ഗ്രന്ഥമാണ് അല്ലാഹു ഇറക്കി തന്നിട്ടുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, തൽക്കാലം ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്തെയാണ് അത് മറച്ചു വെക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അക്കാര്യത്തിൽ ഭിന്നിപ്പിലകപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ടോ അവര് തങ്ങളുടെ കലഹത്തിൽ ഏർപ്പെട്ട് സത്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി നിൽക്കുകയാണ്. അതാണ് ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം. അവർ നരകശിക്ഷ വാങ്ങി മഹഫറത്ത് വിറ്റ് കളയാനുള്ള ഒരു കാരണമൊക്കെ ഇതാണ്. അവർ സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെ എത്തിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടതെന്നൊന്നും അവർക്കറിയില്ല. നമ്മള് പറഞ്ഞല്ലോ, ഒരു സാധനം നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ആ പൈസനേക്കാളും നമുക്ക് ആവശ്യമുള്ളത് ആ വാങ്ങുന്ന സാധനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളത് വാങ്ങുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള 100 റുപ്യ കീശയിലാണെന്ന് നോക്കാൻ ചെയ്യും. നമ്മുടെ കീശയിൽ 100 റുപ്യ ഉണ്ടാവുന്നതാണോ, അല്ലെങ്കിൽ മത്തി 100 റുപ്യ കിട്ടൂല അല്ലെ? ഉദാഹരണം മാറിപ്പോയി. അത് പോയി വന്നപ്പോഴേക്ക്
സംഭവമായി പോയി. പണ്ടത്തെ ബോധത്തിന് വിമാനം പോയപ്പോ ആള് സംഘടിച്ചെത്തി, അതുപോലൊക്കെ മാറി. അപ്പോ അവിടുന്ന് ആ സ്ഥലത്തിരിക്കുന്ന ആളുടേത് നമുക്ക് കിട്ടണം. അതെന്താണ്? നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ നമുക്ക് ആവശ്യം എന്താണ്? ആയിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള അങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ടത് വാങ്ങും. അപ്പൊ യഥാർത്ഥത്തിൽ ശിക്ഷ ഒഴിവാക്കിയിട്ട് മഹ്ഫറത്ത് വാങ്ങാണ് ചെയ്യേണ്ടത് ബുദ്ധിയുള്ള ആളുകൾ. പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താണ്? മഹ്ഫറത്ത് കൊടുത്തിട്ട് ശിക്ഷ വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അവരായി പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു തആല ഇറക്കിയ കിതാബിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് നമ്മള് ഖുർആനുമായിട്ട് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? ഖുർആനുമായിട്ട് അകന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ പരിശ്രമങ്ങൾ ഇനിയും ജാഗ്രതയോടെ കൊണ്ടുപോകണം. അങ്ങനെ ആഴ്ചക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നുകൂടി ചെയ്യണം, അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അപ്പൊ ഇതുവരെ പറഞ്ഞത് കിബില മാറ്റത്തെ കുറിച്ച്, അതേപോലെ സഫാ മർവ പോലെയുള്ള കാര്യങ്ങള്. പിന്നെന്താ പറഞ്ഞത്? ഭക്ഷണ കാര്യങ്ങള്, അല്ലെ? ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ഈമാൻ ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവായിട്ട് അള്ളാഹു അനുവദിച്ചതിനെയാണ് ഒരു ഭക്ഷിക്കുക, അല്ലെ? അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കാത്ത ആൾക്കാരാണ്. അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാത്ത, കുതന്ത്രങ്ങളിലൂടെ ഹലാലാക്കാത്ത ആൾക്കാരാണ് മുഅ്മിനീങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അള്ളാഹ് ഹറാമാക്കിയ സാധനത്തിന് തന്നെ പല ന്യായങ്ങളും പറഞ്ഞിട്ട് ഹലാലാക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി? പേര് മാറ്റിയിട്ടൊക്കെ. അതേപോലെ തന്നെ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ, ജായിസായ കാര്യങ്ങൾ പോലും പലതരം ഭക്തിയുടെ പേരിലും ഹറാമാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടും ശരിയല്ല. ഹലാൽ ഹറാമുകളെ നിശ്ചയിച്ചു തരേണ്ടവൻ ആരാണ്? അള്ളാഹുവാണ്. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പൊ ശിബില മാറ്റത്തെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശിആറുകളെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ഹലാൽ ഹറാമുകളെ കുറിച്ച് പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അതിന്റെ തന്നെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ഒരു കാര്യം പറയാൻ പോവാണ്. വലിയൊരു കാര്യം പറയാൻ പോവാണ്. അതായത് വിവരമാറ്റം ഉണ്ടായപ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല്, ഈ ജൂതനും ക്രൈസ്തവനും ഒക്കെ ആയ ആൾക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ അനുയായികളെയൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. പരിഹസിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞാണ് അതേ കാലം ചുരുങ്ങിയത് മുഹമ്മദ് എന്താക്കിയിട്ടുണ്ട്, പിന്നെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ചെയ്തിരുന്നു. അപ്പൊ അതും പോയി. ഇനിയിപ്പോ ആ കാര്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എടുക്കാനില്ല. മനസ്സിലായോ? പലസ്തീനിലേക്ക് തിരിഞ്ഞു നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്ന കാലത്ത് അത്രയെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി ആ പ്രതീക്ഷയില്ല. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അവർ ആക്ഷേപിക്കാൻ തുടങ്ങി. കാരണം ഇനിയിപ്പോ എല്ലാം പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ഒരു വലിയ കാര്യം പറയും. ഈ കാര്യം ആ കാലത്തെ ജനങ്ങൾക്ക് മാത്രമാണോ? അല്ലേ അല്ല. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു കാലത്തെ ആൾക്കാർക്ക് മാത്രം ഒരു സംഗതിയില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എല്ലാ കാലത്തുള്ള മനുഷ്യന്മാർക്കുള്ളതാണ്. സമാന സ്വഭാവമുള്ള ആളുകൾക്ക് അതൊക്കെ എന്താവും? പ്രയോജനപ്രദമാണ്. അപ്പൊ അള്ളാഹു പറയുന്ന വലിയൊരു കാര്യം ലൈസ. ലൈസ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഇല്ല. അൽ ബിർ, ലൈസൽ ബിർ. ബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിർ ആർക്കെങ്കിലും അറിയോ? ബിർ പുണ്യം. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിർ എന്ന് പറയുന്നതിന്റെ അർത്ഥം പുണ്യം എന്നാണ് പറയുന്നതെങ്കിൽ പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ആണ്, അല്ലെ? പുണ്യം കിട്ടും എന്ന് പറയില്ലേ നമ്മള്? ഇനി ഒരാൾക്ക് വെള്ളം കൊടുത്താൽ പുണ്യം കിട്ടും. അപ്പൊ പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പ്രതിഫലത്തിനാണ് പുണ്യം എന്ന് പറയാം. അപ്പൊ പുണ്യം ചെയ്തോനാ എന്ന് പറഞ്ഞാലോ അപ്പൊ അതിന്റെ അർത്ഥം മാറി. അപ്പൊ വേറെ തോന്നാണ്. ഒരാൾക്ക് പുണ്യം കിട്ടും എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതാണ്. അതേ സമയത്ത് പുണ്യം ചെയ്തോനാണ് എന്ന് പറയുമ്പോ അതിലെന്തായി?
നന്മ ചെയ്തവരാണ് അതിന്റെ അർത്ഥം. പുണ്യവും പാപവും രണ്ടും ഉണ്ടല്ലോ. പാപവും പുണ്യം, പുണ്യകർമ്മങ്ങൾ എന്ന് പറയും. അപ്പൊ വേറെ അപ്പൊ എന്തായാലും ബിർറ് എന്ന് പറയുന്നതിന്റെ താൽക്കാലികമായ പരിമിതമായ ഒരു അർത്ഥമാണ് പുണ്യം എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ അൽ ബിർറ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചു വളരെ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. അൽ ബിർറ് എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ എന്നതാണ്. അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അള്ളാഹിനോടുള്ള ബാധ്യതയാണ്. അത് പടപ്പുളയായിട്ട് ബന്ധപ്പെടുമ്പോൾ പടപ്പുളയായിട്ടുള്ള ബാധ്യതയാണ്. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടുമ്പോൾ പരിസ്ഥിതിയുമായിട്ടുള്ള ബാധ്യതയാണ്. അപ്പൊ എല്ലാറ്റിനോടും ബിർറുള്ളവരായിരിക്കണം മുഅ്മിനീങ്ങളെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ബിർറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് ബിർറുള്ളവരായിരിക്കണം. അപ്പൊ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹുവിനോട് ബിർറുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമകൾ പാലിക്കുന്നവരായിരിക്കും. മഴയോടും വെയിലിനോടും കാറ്റിനോടും മഞ്ഞിനോടും ഒക്കെ ബിർറുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനോടൊക്കെ കൂറ് പുലർത്തുന്ന ബാധ്യതകൾ നിർവഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ബിർറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കൂറ് എന്ന് പറയാം. അപ്പൊ ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു വലിയ കാര്യം, മതങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പത്തെ പോലും മാറ്റി വരയ്ക്കുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ എന്താണ് ലൈസൽ ബിർറ? ബിർറല്ല, പുണ്യമല്ല, നന്മയല്ല. അൻ തുവല്ലൂ, നിങ്ങൾ തിരിയുക എന്ന് പറയുന്നത് വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പൊ അത് ഒരു രണ്ട് ദിശ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക എന്നതിലല്ല മക്കളെ ബിർറ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പറയണത് എന്താണ്? ഇത്രയും കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു, ഇനിയിപ്പോ അങ്ങോട്ട് തിരിയുന്നു, അതോടുകൂടി തീർന്നു. അങ്ങനെ എങ്ങോട്ടോ തിരിയുമ്പോ തീർന്നു പോണതല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കൂറ് എന്ന് പറയുന്നത്. എങ്ങോട്ടെങ്കിലും അപ്പോ അതിന്റെ അർത്ഥം ഇപ്പോ പിന്നെ നമ്മൾ വിപുലയെ അഭിമുഖീകരിക്കണമെന്നില്ല, നിസ്കരിക്കുമ്പോന്നല്ല. അത് കർമ്മവുമായി ബന്ധപ്പെട്ട വേറൊരു പ്രശ്നമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ എസൻസ് മനസ്സിലാക്കുമ്പോൾ കർമ്മത്തെ കുറിച്ച് പറയുകയും കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതാണ് ദീനിന്റെ എസൻസ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാം തിരിയാണ്ട് പോകുന്നത്. മനസ്സിലായില്ല? തീരെ തിരിയാണ്ടെന്നാണ്. അതായത് കർമ്മ, ഇപ്പൊ നമ്മൾ പറയുക സുന്നത്ത്, അപ്പൊ നമുക്ക് ഉടനെ ഓർമ്മ വരെ കുറെ കർമ്മങ്ങളാണ് അല്ലെ? സുന്നത്തായ കാര്യം, സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, അങ്ങനെയാണ് ഓർമ്മ വരിക. യഥാർത്ഥത്തില് അത് സുന്നത്തിന്റെ നഫ്ലുകളാണ്. യഥാർത്ഥത്തിൽ സുന്നത്ത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമായ കാര്യങ്ങൾ എന്ന നിലക്കാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ചല്ല. അതെന്താണ്? അത് ചര്യ എന്നുള്ള നിലക്കാണ്. ഞാൻ നിങ്ങൾക്കിതാ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റുകയില്ല. അതിലൊന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, മറ്റൊന്ന് എന്റെ ചര്യയാണ്. ആ പറയുന്നിടത്ത് ഉള്ള സുന്നത്ത് ഏതാണ്? അത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റില്ലാത്തതുമായ കാര്യമല്ല. അത് നിർബന്ധമായും ചെയ്യേണ്ടുന്ന, നിർബന്ധമായും സഞ്ചരിക്കേണ്ടുന്ന വഴിയാണ്, പാലിക്കേണ്ടുന്ന മാർഗമാണ്. ചര്യയെ കുറിച്ചാണ് ആ സുന്നത്ത് എന്ന് പറയുന്നത്. അത് ഇസ്ലാമിന്റെ എസൻസ് ആണ്, യഥാർത്ഥത്തിൽ അതിന്റെ സത്താണ്. അപ്പൊ നമ്മള് ഇസ്ലാമിന്റെ അടിസ്ഥാന സത്തിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വരികയും, ഇനി അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുമ്പോ അതാണ് ഇസ്ലാമിന്റെ ആകെ സത്ത് എന്ന് വിചാരിക്കുകയും ചെയ്താൽ സംഭവിക്കും.
ഇസ്ലാം എന്താണെന്ന് തിരിയണം. ഇപ്പൊ സുന്നത്തായ ഒരു കാര്യം തറാവീഹ് നിസ്കാരം എന്ന് പറയാം. ഉദാഹരണം, ആ തറാവീഹായ നമസ്കാരത്തെ കുറിച്ച് അതിന്റെ റക്അത്ത് അതിന്റെ രൂപം പോലെ ഇതിൽ മാറുമ്പോഴേക്കും ഇസ്ലാം ഒന്ന് പുറത്തു പോയി വിചാരിക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർ മറ്റൊരു പുറത്തേക്ക് ഒരു കൂട്ടർ മറ്റൊരു പുറത്തേക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അടിസ്ഥാനമാണ് ഇസ്ലാമിന്റെ ആകെ അടിസ്ഥാനം എന്ന് വിചാരിക്കുമ്പോഴാണ്. അപ്പൊ നേരത്തെ സംഭവിക്കുന്നത് എന്താണ്? ഇസ്ലാമിന്റെ അടിസ്ഥാനമായ സുന്നത്തിനെ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കി. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ സുന്നത്തിനെ അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം മനസ്സിലാക്കുക. ഇത് രണ്ടും എന്താ സംഭവിക്കുക? യഥാർത്ഥ ഇസ്ലാമിലേക്ക് നമ്മൾ എത്തുന്നതിന് തടസ്സമാണ്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയലല്ല പുണ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി മുതൽ നിങ്ങൾ ചുറ്റോട്ട് തിരിഞ്ഞോളിയെന്നല്ല. നിസ്കാരത്തിൽ തിരിയണമെങ്കിലും നിസ്കാരം ശരിയാവണമെങ്കിലും എങ്ങോട്ട് തന്നെ തിരിയണം? മസ്ജിദ് ഹറാമിലേക്ക് നിന്ന് തിരിയണം. വേറെ എങ്ങോട്ടോ തിരിഞ്ഞാലൊന്നും പോരാ. പക്ഷെ ഇവിടെ പറയുന്നത് അതിനെ കുറിച്ചല്ല. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു നിൽക്കുക എന്നതോ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം അനുഷ്ഠിക്കുക എന്നതോ അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ജൂതന്മാരായ ആൾക്കാര് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക, ക്രിസ്ത്യാനികൾ വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. അവരൊരു കൂട്ടർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നവരാണ്, വേറൊരു കൂട്ടർ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നവരാണ്. അപ്പൊ പശ്ചിമ ദിക്കിലേക്കോ പൂർവ്വ ദിക്കിലേക്കോ തിരിഞ്ഞു നിൽക്കൽ എന്നെ വലിയൊരു കാര്യമായിട്ട് അവരെടുത്ത് പറയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരൊക്കെ അവരുടെ തിരിയൽ മാറിയതോടുകൂടി പൊളിഞ്ഞുപോയി എന്ന് പറയാണ്. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ബിർറ്. പിന്നെ എന്താണ് ബിർറ് എന്ന് പറയുന്നത്? വലാകിന്നൽ ബിർറ. അപ്പൊ ബിർറ് എന്ന് പറയുമ്പോ ആ സാധു പുണ്യം എന്നതിനെ മാറ്റണം, നല്ലത് തിരിയുള്ളൂ. നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ആ സാധുവായ ഒരു വാക്കുണ്ട് പുണ്യം എന്ന് പറയും. പുണ്യം പാലും പുണ്യം ചെയ്താലേ പുണ്യവാനാണ് എന്നൊക്കെ പറയില്ലേ, പുണ്യവാളൻ എന്നൊക്കെ പറയുന്നത്. ആ പുണ്യമല്ല. അൽ ബിർറു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള കൂറ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനോടുള്ള കൂറ് എന്താണ് എന്ന് അല്ലാഹു പറയാൻ പോവാണ്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത് വളരെ നന്നായിട്ട് പഠിക്കേണ്ട ഒരായത്താണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് തിരിയുന്നോ കിഴക്കോട്ട് തിരിയുന്നോ എന്നത് നോക്കിയിട്ടല്ല ഒരാളുടെ ആശയവും ആദർശവും മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ് അയാൾക്ക് യഥാർത്ഥത്തിൽ വലാകിന്നൽ ബിർറ പറയൂ, വലാകിന്നൽ ബിർറ വലാകിന്നൽ ബിർറ ഒരർത്ഥം ഈ തണുപ്പുള്ള സമയത്ത് പ്രത്യേകിച്ചു വലാകിന്നൽ ബിർറ യഥാർത്ഥത്തിൽ ബിർറ് എന്ന് പറയുന്നത് എന്താണ്? എന്നാൽ ബിർറ് എന്ന് പറയുന്നത് ഇനി പറയുന്ന കുറെ കാര്യങ്ങളാണ്. ആ പറയുന്ന കുറെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്ത ഒരാൾ അയാളുടെ കിബില മറ്റേ യന്ത്രക്ക് വെച്ച് കൃത്യമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരാൾ ഇങ്ങനത്തൊക്കെ നോക്കിയാണ് ഒരു ഇഞ്ച് ഇങ്ങോട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ഭയങ്കര സൂക്ഷ്മമായിട്ട് ഒരാളെ നോക്കുന്നു എന്നതുകൊണ്ട് അയാൾക്ക് അല്ലാഹുവിനുള്ള കൂറ് ഉണ്ടാവില്ല, വ്യക്തമാവുകയില്ല. അല്ലാഹുവിനുള്ള കൂറ് തെളിയിക്കേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങളിലാണ്. മൻ ആമന. എന്താണ് ബിർറ് എന്ന് പറയുന്നത്? അല്ലാഹുവിനുള്ള കൂറ് എന്ന് പറയുന്നത് എന്താണ്? മൻ ആമന, ഒരുത്തൻ വിശ്വസിക്കുക എന്നതാണ്. ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തില് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പരിമിതി. ആ പരിമിതി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭാഷാ പരിമിതിയാണ്. ഓരോ ഭാഷയും ഉണ്ടാകുന്നത് ആ നാട്ടിലെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനെക്കുറിച്ചുള്ള വേറെ വലിയ പഠനങ്ങളുണ്ട്. ഭാഷാശാസ്ത്രജ്ഞന്മാര് അതിനെക്കുറിച്ചിട്ട് പലതും പറയാറുണ്ട്. അതായത് പിന്നെ നമ്മള് സംഭവം നമ്മളിങ്ങനെ പറയും, സംസാരിച്ചാൽ പറയും ഒരു സാധനം പഴയതാണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയാ, ജാമ്പവാന്റെ കാലത്തുള്ളതാണ് അല്ലേ? എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ ഈ ജാമ്പവാൻ അങ്ങനെ വെറുതെ പറയുന്നില്ല, പുരാണത്തിലൊരു കഥാപാത്രമാണ്. അപ്പൊ ആ പുരാണവുമായി ബന്ധപ്പെട്ട അതേപോലെ നമ്മളല്ലേ ഭഗീരഥ യത്നം എന്ന് പറയുന്നത് എന്താണ്?
അത് വെറുതെ പറയല്ല, ഭയങ്കര പ്രയാസമുള്ള ഒരു പണിയാണെന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയാം? അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ ശൈലിയിൽ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ അത് കടന്നു വരുന്നത്? രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമൻ സീതയ്ക്ക് എപ്പിടി എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് ഇതെല്ലാം പറഞ്ഞിട്ടൊന്നും തിരിയില്ല എന്ന് പറയുന്നതിന്റെ തെളിവായി. അപ്പൊ നമ്മുടെ ഭാഷയിൽ എന്തുകൊണ്ടാണ് ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളും കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ സംസ്കാരവും അതിന്റെ രീതികളും ശീലങ്ങളും ഒക്കെ ആയിട്ട് കെട്ടുപറഞ്ഞു കിടക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഭാഷയിൽ ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത്. അപ്പോ നമ്മുടെ മലയാള ഭാഷയിൽ മലയാളികൾ ജീവിക്കുന്ന നാട്ടിൽ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വാക്കുകൾ കടന്നു വരിക, അങ്ങനെ ഓരോ പദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭാഷ വളരെ പ്രധാനമാണ് എന്ന് പറയുന്നത്. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കലാണ് പിന്നെ മാന്യതയുടെ ലക്ഷണം എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് ചെറ്റ എന്ന് പറയുന്നത് തെറിവാക്കായി മാറുന്നത്. ചെറ്റ എന്ന് പറഞ്ഞാൽ ഒരുത്തരം ചെറ്റ എന്ന് വിളിച്ചാൽ എന്താണ്? നല്ലതാണ്, മോശമാണ്. എന്താ കാരണം? ചെറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ചെറ്റ എന്ന് പറയുന്നത് ഓരോന്നുണ്ടാക്കിയ ചെറിയൊരു വീടാണ് ചെറ്റ വീട്, അല്ലേ? അതെങ്ങനെ മോശമാകുന്നത്? ഒരാളെന്താ ദേശീയ വിളിക്കുമ്പോ ബംഗ്ലാവ് എന്ന് വിളിക്കാത്തത്? അങ്ങനെ വിളിക്കൂല. കാരണം ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരു മാന്യതയുടെ ഉന്നതിയുടെ ഒക്കെ ലക്ഷണമാണ്. അപ്പോ പിന്നെ കൊന്നാൽ പാവം തിന്നാൽ തീരും, അല്ലെ? പണത്തിന് മീതെ പരുത്തു പറക്കില്ല, പണത്തിന് മീതെ പരുത്തു പറക്കില്ല. അപ്പോ അങ്ങനെ കുറെ സംഗതികളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിത കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ആ ജീവിത കാഴ്ചപ്പാടിൽ പറഞ്ഞൊരു കാലം വരാനുണ്ട്. ആ കാലത്ത് അവരിലെ VIP ആരായിരിക്കും? ഷറഫാക്കപ്പെട്ടവരാരായിരിക്കും? അവരിൽ ഭൗതിക വിഭവങ്ങൾ കയ്യിലുള്ള ആളുകളായിരിക്കും. അപ്പൊ സമ്പത്ത് ആണ് മാന്യതയുടെ മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് ചെറ്റ എന്ന് പറയുന്നത് തെളിവാക്കായി മാറുന്നത്. മനസ്സിലാകുന്നെങ്കിൽ അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ പറയല്ല ചെയ്യുന്നത്. ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ നമ്മുടെ സംസ്കാരമൊക്കെ ബന്ധപ്പെട്ട് രൂപപ്പെടുന്നതാണ്. അപ്പൊ നമ്മളുടെ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും തമ്മിൽ ഇനിയും ഇഴയടുപ്പം ഉണ്ടായിട്ടില്ല, ഇനിയും വല്ലാണ്ട് അടുത്ത് നിന്നിട്ടില്ല എന്നതുകൊണ്ട് ചില പദങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ പരിഭാഷപ്പെടുത്തിയാൽ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇത്തരം പഠനത്തിന്റെ ആവശ്യകത ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഒരു പരിഭാഷ എടുത്ത് വായിച്ചാൽ പോലെ. അപ്പൊ മൻ ആമന എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരിക ആര് വിശ്വസിച്ചുവോ എന്നാണ്. ആര് വിശ്വസിച്ചുവോ? അപ്പൊ അവിടെ നമുക്ക് തന്നെ സംശയം വരികയാണ്. അപ്പൊ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ? അപ്പൊ വിശ്വസിക്കാത്തവൻ എന്താ ചെയ്തിട്ടും കാര്യമില്ലല്ലേ? അപ്പൊ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാൻ തുടങ്ങുകയാണ്, അപ്പൊ ഇന്ന ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണല്ലോ, എന്നിട്ട് ഓരോന്നും സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്നത് നീതികേടല്ലേ? മനസ്സിലായെങ്കിൽ നല്ല കുറെ മനുഷ്യന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അവർ വിശ്വാസികളായിരുന്നില്ല. അപ്പൊ ഒരു സ്വർഗത്തിൽ പോകില്ല, അതൊരു പക്ഷപാതിത്തല്ലേ? അപ്പോ ഓരോന്നും ഇല്ലാത്തൊരു സ്വർഗം പിന്നെ എന്തിനാ എന്നത് ചോദിക്കുന്നതിന്റെ രീതി അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ജാതി മാറലല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ സമുദായ മാറ്റമല്ല. ഒരാൾ വിശ്വസിക്കുക മറ്റൊരാൾ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാള് ഒരു മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് മാറുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് തന്നെ വിചാരിക്കുന്നത് ഒരു മതമാണെന്നാണ്. അപ്പൊ ഹിന്ദുമതം, ക്രിസ്തുമതം, ബുദ്ധമതം, ജൈനമതം അതുപോലെ ഒരു മതമാണ് ഇസ്ലാം മതം. അപ്പൊ മതേതരത്വം, മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഏത് മതത്തിലും ആരും വിശ്വസിക്കട്ടെ, അവർക്ക് അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ളതാണ്. ഈ ഈമാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമുദായ മാറ്റം എന്നതിന്റെ അപ്പുറത്ത്, മത പരിവർത്തനം എന്നതിനപ്പുറത്ത്, മതപരിത്യാഗം എന്നതിനൊക്കെ അപ്പുറത്ത് ഈമാൻ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്, വേറൊരു സംഗതിയാണ്. ആ സംഗതിനെ കുറിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം വിശദീകരിച്ചിട്ടുള്ളത്.
അതിന്റെ ചെറിയ ചില ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പേര് കൊണ്ട് ഒരാൾ മുഅ്മിനാവൂല. നമ്മൾ പഠിച്ചതല്ലേ? എന്താ നമ്മൾ പഠിച്ചത്? പറയൂ. പേരുകൊണ്ട് മുഅ്മിനാവൂല. അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് എന്ന് പറയുന്ന ആള് ആരായിരുന്നു? മുശ്രിക്കായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഅ്മിനായിരുന്നു അല്ലെ? അതേ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് മുനാഫിഖായിരുന്നു. എല്ലാവരും പേര് അബ്ദുല്ലാഹ് തന്നെയായിരുന്നു. പേരുകൊണ്ട് മാറ്റമുണ്ടോ? ഇല്ല. അത് നമ്മൾ ഉദാഹരണങ്ങൾ കുറെ പറയും. ഈ വാപ്പയും മുഅ്മിനായതുകൊണ്ട് മുഅ്മിനാവോ? ഇല്ല. മുനീബിന്റെ മോൻ ഉണ്ടായില്ല. മുനീബ് അലൈഹി ഇസ്ലാമിന്റെ മോൻ മുഅ്മിനായിട്ടില്ല. ഇനി മക്കള് മുഅ്മിനായതുകൊണ്ടാവൂല. അപ്പൊ എന്താണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പ മുഅ്മിനായിരുന്നില്ല. ഭാര്യ മുഅ്മിനായതുകൊണ്ട് ഭർത്താവ് ആയിക്കൊള്ളണമെന്നില്ല. അതിന് ഫിറൗന്റെ ഭാര്യയും ഇല്ലേ? അതേപോലെ തന്നെ ലൂത്ത് നബി ഭാര്യ ഉദാഹരണം, ഭർത്താവ് മുഅ്മിനായതുകൊണ്ട് ഭാര്യ. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പഠിച്ചത് എന്തിനാണ്? മുഅ്മിൻ എന്ന് പറയുന്നത് കുടുംബപരമായി, തറവാടപരമായി, സാമുദായികമായി കിട്ടുന്ന ഒരു സംഗതിന്റെ പേരല്ല. ഇനി ആരെങ്കിലും ഞാൻ മുഅ്മിനാണെന്ന് പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കാം. ചില ആൾക്കാർ ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നു. അല്ലാഹു പറയാണ് അത് മുഅ്മിനീങ്ങളല്ല. ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞു വന്നവരോട് പറയാൻ പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളല്ല. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ എന്താ കാര്യം? ഈമാൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവിടെ പറയുന്ന മൻ ആമന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീനിൽ കൂടി, ബനാനിൽ പോയി ഒപ്പിട്ടു അല്ലെ, എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ഇയാൾ പുതിയ ഇസ്ലാമാണ്, സഹായിക്കണം, പെണ്ണെട്ടിച്ചു കൊടുക്കണം, പൊരണ്ടായി കൊടുക്കണം, ഈ പരിപാടിന്റെ പേരല്ല. മൻ ആമന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ പറയുന്ന ഈമാൻ കാര്യങ്ങളിൽ, ആ ഈമാൻ കാര്യങ്ങളിൽ ആളിലും ദൃഢമായ ബോധ്യം ഉണ്ടാകുന്ന ഒരുത്തനായിരിക്കുക. അവന്റെ പേര് സക്കീനാണോ ശാന്താണോ എന്തോ ആയിക്കോട്ടെ, അതല്ല വിഷയം. അവൻ സ്വീകരിക്കുന്ന ആദർശമാണ് വിഷയം. അവന്റെ അഖീദ എന്ന് പറയുന്നതാണ് വിഷയം. അപ്പോ അവന്റെ ജാതിയല്ല പ്രശ്നം, അവന്റെ കുലമല്ല, തറവാടല്ല, നിറമല്ല, അവന്റെ ലിംഗമല്ല, അവന്റെ പേരല്ല. അള്ളാഹുവിൽ ആരാണോ വിശ്വസിക്കുന്നത്, അപ്പൊ അവിടെ വ്യത്യാസം വന്നു. നേരത്തെ പറഞ്ഞ പ്രശ്നം അവിടെ ഇല്ല. നേരത്തെ പറഞ്ഞ പ്രശ്നം എന്താണ്? ഒരാള് ഈ പേര് മുസ്ലിമിന്റെതല്ലാത്തതുകൊണ്ട് മാത്രം കാര്യത്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ അന്യായമാണല്ലോ എന്നാണ്. പക്ഷെ ഇവിടെ ആ പ്രശ്നമില്ല. അയാൾ എത്രയോ നല്ല കാര്യം ചെയ്തു. എക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അയാൾ നരകത്തിലാണ്, കാരണം അയാൾ മുസ്ലിമല്ല. വൈ എന്ന് പറയുന്ന ഒരാൾ കുറെ നല്ല കാര്യം ചെയ്തു, അയാൾ സ്വർഗത്തിലാണ്, കാരണം അയാൾ മുഅ്മിനാണ്. അതെങ്ങനെ? അന്യായല്ലേ? അത് അന്യായമല്ല. അതുകൊണ്ടല്ല, എക്സും വൈയും മുഅ്മിനും മുഅ്മിനല്ലാത്തവനുമായി നിൽക്കുന്നതിന്റെ കാരണം അവന്റെ ജാതിയോ അവന്റെ മതമോ അവന്റെ കുലമോ ഒന്നുമല്ല. പിന്നെന്താണ്? അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു കൊടുക്കുന്നത്? നിങ്ങളുടെ കൂടെ വരി. ഒരാൾക്ക് അള്ളായിട്ട് ഒരു ബന്ധവുമില്ല, അങ്ങനത്തെ ഒരു അള്ള തന്നെ ഇല്ല. അതൊന്നും പഠിച്ചിട്ടില്ല, മരിപ്പിക്കണമില്ല, അതിന് ശേഷം ജീവിപ്പിക്കണമില്ല, അതിന്റെ ശേഷം ഒരു സ്വർഗം തരണം, അമ്മാതി അന്ധവിശ്വാസം വേറുണ്ടോ എന്ന് ചോദിക്കണോ? എന്തിനാ പിന്നെ സ്വർഗം ആണോ? അപ്പൊ അവൻ സ്വർഗം വേണ്ടാന്ന് ആര് തീരുമാനിച്ചതാണ്? ആര് തീരുമാനിച്ചതാണ്? അവൻ തീരുമാനിച്ചതാണ്. എന്തെങ്കിലും മാറ്റി പറയണേ. അവന് സ്വർഗം വേണ്ടാന്നുള്ളത് ആരാ? ഞങ്ങളെല്ലാവരും കൂടി യോഗം കൂടി തീരുമാനിച്ചാണോ? അവൻ തീരുമാനിച്ചതാണ്. അവനങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ വന്ന് കൊടുക്കണ്ടേ? വേണോ വേണ്ടേ? അത് അള്ളാഹുവിന് സ്വാതന്ത്ര്യമല്ലേ അല്ലേ? ഒരുത്തനെ ഒരു നല്ലൊരു മനുഷ്യൻ, നാട്ടുകാർക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരാള്, ഓൻ സ്വയം തീരുമാനിച്ചു പരലോക ജീവിതവും വേണ്ട, സ്വർഗവും വേണ്ട. നമ്മളെന്തിനും അവന് നിർബന്ധിച്ചു കൊടുക്കണം. അപ്പൊ ഓന്റെ തീരുമാനത്തിന്റെ അധികാരത്തിൽ നമ്മൾ ഇടപെടലല്ലേ? അതല്ലേ ശരിക്കും തെറ്റെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഓന് സ്വർഗം വേണ്ട, ഓനെ വയ്ക്കി വിടുക. അപ്പൊ ഓന് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടപെടലാണ്. വേണം. അതെന്തിനാണ്? ഓന്റെ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള പ്രോത്സാഹനമാണ്. ഒരു മനുഷ്യനോട് നമ്മൾ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ വിശ്വസിക്കണം, കാരണം പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, നീ നല്ലോണം നടന്നാലേ നിനക്ക് സ്വർഗം കിട്ടൂ. ഇതാണ് പ്രവർത്തനം.
ആ പ്രബോധന പ്രവർത്തനം നടത്തി നമ്മൾ ഓനെ വിളിക്കുക സ്വർഗത്തിന്റെ വഴിയിലേക്ക് വരൂ. അപ്പൊ ഓൻ പറയാൻ എനിക്ക് വേണ്ട, അല്ല സ്വർഗമില്ല, അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓനെ പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് തലകുത്തനാക്കേണ്ട കാര്യമില്ല. അങ്ങനെ പ്രഖ്യാപിച്ച് മരിച്ചുപോയ ഒരുത്തനെ പറ്റിയിട്ട് ഒരു സ്വർഗം കിട്ടണം നിങ്ങൾ വാശി പിടിക്കേണ്ടതാണ്. അതാണ് പ്രശ്നം. ദഅവത്ത് നടത്താം. എന്തിനാണ് ദഅവത്ത് നടത്തുന്നത്? അവനെ വിശ്വസിക്കാനുള്ള അവസരം കൊടുക്കാനാണ്. അതിനാണ് ദഅവത്ത്. അങ്ങനെ ഒരു മനുഷ്യൻ വിശ്വസിക്കാതെ അയാൾ തീരുമാനം എടുത്തു സ്വർഗം വേണ്ട അള്ളയും വേണ്ട, അങ്ങനെയുള്ള ഒരുത്തനെ നിങ്ങൾ എന്താക്കിയത് പിന്നെ അവൻ സ്വർഗം എന്ന് പറയാൻ നിൽക്കണ്ട. ഒരു മഹഫറത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ടതാണ്. ഇബ്രാഹിം നബിയോട് പറഞ്ഞില്ലേ, വാപ്പാക്ക് വേണ്ടി മഹഫറത്തിന് പ്രാർത്ഥിച്ചു, അത് വേണ്ട, അത് നടക്കൂല. കാരണം എന്താണ്? അയാൾക്ക് വേണ്ടെന്ന് വെച്ചൊരു കാര്യമാണത്. അപ്പോ ഓരോരുത്തർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ ശരിയാകാം. ഇത് അള്ളാഹ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇന്ന ആള് അയാൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നത് അയാൾക്ക് സ്വർഗ്ഗമില്ലാന്ന് അങ്ങനെ ശരിയാവാന്ന് ചോദിക്കരുത്. കാരണം സ്വർഗം അള്ളാഹിന്റെ റിള എന്നൊക്കെ പറയുന്നത് അള്ളാഹു തീരുമാനിച്ചത് സാമുദായികമോ വർഗീയമോ വംശീയമോ ആയിട്ടല്ല. അതേസമയത്ത് ജൂതന്മാര് വേണം ജൂതനായി കിട്ടിയാൽ മതി, ഇന്ന് അവനെന്താവും സ്വർഗത്തില. ഓനെന്തു ചെയ്താലും പ്രശ്നമില്ല, ജൂതനാണ് സ്വർഗത്തില. ഒരാൾ മാമോദീസ മുങ്ങിയാൽ പാപത്തിന്റെ ശമ്പളം മരണം അത്രേ, മരണത്തോടു കൂടി പാപം തീരും, ഇന്ന് സ്വർഗത്തില. ഓനാകത്ത് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സാമുദായികമായ സ്വർഗ നരകമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അനുഷ്ഠാനപരമായ ശ്രമം അല്ല പഠിപ്പിക്കുന്നു. പിന്നെയോ മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ ഒരുത്തൻ വിശ്വസിക്കലാണത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടാവാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്, ഇതിനെ പരിപാലിക്കുന്നവനാണ്, ഇതിനെ യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്നവനാണ്, എല്ലാ ഹൈറും ഷർറും അവന്റെ അടുത്തുനിന്നാണ്. മരണപ്പെട്ടു പോയാൽ പിന്നെ വളരെ കൃത്യമായി നീതിപൂർവമായിട്ടുള്ള വിചാരണ ഉണ്ടാകും. ഞാൻ അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ ഒരാൾ വിശ്വസിക്കണോ അതിലൊക്കെ ഇയാൾക്ക് ഈമാൻ വേണം. ഈമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്. മനസ്സിലായില്ല? അമ്മ എന്ന് പറഞ്ഞാൽ നിർഭയത്വം, അതിൽ നിന്നാണ് ഈമാൻ ഉണ്ടാകുന്നത്. ആ നിർഭയത്വം അള്ളാഹുവിനെ കാണാതെ തന്നെ അദൃശ്യത്തിൽ തന്നെ നിർഭയത്വമുള്ളവരാവുക. അള്ളാഹിനെ കാണാതെ തന്നെ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിന്റെ അടുത്തുണ്ട് എന്നും അള്ളാഹുവിനെ സഹായിക്കുന്നു ഒക്കെ വിശ്വസിക്കുക. അപ്പോൾ മൻ ആമന ബില്ലാഹ്, ഒരുത്തൻ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കലാണ്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹിനോടുള്ള കൂറ്, എന്താണ് ബിർറ് എന്ന് ചോദിച്ചാൽ അത് എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞിക്കലോ അല്ലെങ്കിൽ ജാതി മാറലോ അല്ലെങ്കിൽ പിന്നെ പേര് മാറലോ ഒന്നുമല്ല. ചില ആളുകള് ഈ ഇസ്ലാം ആണെന്ന് പറയും, ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയും, പേര് മാറി എന്ന് പറയും. എന്നിട്ടോ അവന്റെ ജീവിതത്തില് പിന്നെയും ഇസ്ലാം അല്ലാത്തതാണ് ഉള്ളതെങ്കിൽ, അവന്റെ ജീവിതത്തിൽ അവന്റെ കാഴ്ചപ്പാടിൽ ജാതീയതയും വർഗീയതയും ഒക്കെ തന്നെയാണ് ഉള്ളതെങ്കിൽ, അവന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇനി പറയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അയാൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കൂറ് എന്ന് പറയുന്നത് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിൽ ഈമാനുള്ളവരാകലാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. എന്ത് ഈ അന്ത്യനാൾ എന്ന് പറഞ്ഞാല്? അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം അവസാനിക്കുന്ന ഒരു നാള്. അവസാനിക്കുന്ന നാളിന്റെ പ്രത്യേകത, അവസാനിക്കുന്ന നാളിൽ വേറെ ഒന്നിന്റെ തുടക്കാണെന്നുള്ളതാണ്. അപ്പൊ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകള് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, ശിർക്കോട് കൂടിയിട്ടു. പക്ഷെ അവര് പരലോകത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവര് നബിയുടെ അടുത്ത് കണ്ട എല്ലും കർമ്മൊക്കെ എടുത്തുകൊണ്ട് ചോദിക്കുന്നു, ഇത് ഇനി ഉണ്ടാവുന്നതാണ് പറയുന്നത്. മുഹമ്മദ് ഈ പറയുന്നത്. അപ്പൊ അവർക്ക് പരലോകം അങ്ങോട്ട് കയറിയില്ല. അപ്പൊ നിങ്ങളിൽ
ബിറുള്ള ആളുകൾ, ബിർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ആ സാധു പുണ്യത്തെ കുറിച്ചല്ല, പുണ്യവും ധർമ്മവും നന്മയും എന്നൊക്കെ അർത്ഥം വരുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കൂറ് എന്ന് പറയാൻ പറ്റുന്ന ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഒരുത്തൻ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്, വൽ മലായിക. അത് അദൃശ്യമായ ഒരു കാര്യമാണ്, നമ്മളാരും കണ്ടിട്ടില്ല. നമ്മൾ മലക്ക് കെട്ടണം, മലക്കിനെ കണ്ടണം. മലക്ക് പോകണുണ്ട് അത് ശബരിമലക്ക് പോണതാണ്. അത് അതിനെ പറ്റിയല്ലേ ഈ പറയുന്നത്. മദ്രസത്തിൽ പോണ കുട്ടി പറഞ്ഞ കഥല്ലേ, വാട്സപ്പിലൊക്കെ വന്നില്ലേ, മദ്രസത്തിൽ പോണ കുട്ടി ഉമ്മ മലക്ക് പോണ കണ്ടെന്നാണ്. അപ്പൊ ഉമ്മ കുട്ടിനെ കുറിച്ച് ഉമ്മ വെച്ച് മലക്ക് പോണത് കണ്ട കുട്ടിയാണല്ലോ, എന്തോ ഒരു കറാമത്ത് ഉണ്ടായിണ്ടാവുന്ന വിചാരിച്ചിട്ട് ഭയങ്കര സംഭവം ഉസ്താദിലേക്ക് പോയിട്ട് പറഞ്ഞ് എന്റെ കുട്ടി മലക്ക് പോണത് കണ്ടെന്നാണ്. അപ്പൊ പിന്നെ ഉസ്താദ് മാറ്റപ്പെട്ടു പോയി, ഊരി കൊടുത്ത് സംഭവമാക്കി, അങ്ങനെ പോയി. മലക്കിനെ കണ്ട കുട്ടി എന്ന് പറഞ്ഞാല് ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ ആകെപ്പാടെ ഭയങ്കര സംഭവമായ ആൾക്കാർ വരാൻ തുടങ്ങി, ഒരു ഭാഗത്ത് അന്നത്തിലെത്തിക്കാൻ തുടങ്ങി. ഇങ്ങനൊക്കെ അവസാനം ഏതോ എടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഈ മലക്ക് ആ കറുത്ത തുണിയെ കൊടുത്തിട്ട് പിന്നെ തലയിൽ ഒരു കെട്ടൊക്കെ വെച്ചിട്ട് സ്വാമി അയ്യപ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴാണ് സംഗതി മനസ്സിലായത്, ഇതെന്താണ് മലക്ക് പോണത് കണ്ടതാണ്, അല്ലാണ്ട് മലക്കിനെ കണ്ടതല്ല. അപ്പോ അങ്ങനെ മലക്ക് പോണത് കാണാന്നല്ലാതെ മലക്കിനെ നമ്മൾ ആരും കണ്ടോ ഇല്ല. പക്ഷേ മലക്കുകളിൽ വിശ്വസിക്കാത്ത ഒരുത്തിന് ഓൻ കിഴക്കോട്ട് തിരിഞ്ഞിട്ടും കാര്യമില്ല, പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടും കാര്യമില്ല, ഓൻ ആകെ തിരിഞ്ഞിട്ടും കാര്യമില്ല, ഓൻ മുസ്ലിമാവുകയില്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പ്രപഞ്ചത്തിൽ നിശ്ചിതമായ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് മലക്കുകൾ വഴിയാണ്. മഴ പെയ്യിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങൾ മുതൽ മനുഷ്യന് ആവശ്യമായ സന്മാർഗം എത്തിച്ചു തരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മലക്ക് വഴി. അപ്പോൾ മലക്കുകളിൽ ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട്. അതിന്റെ പശ്ചാത്തലം നമ്മൾ മറന്നുപോയത് എന്താണ് ഇസ്രായേലിയർ പറഞ്ഞു ജിബ്രീലിന് പറ്റിയ തെറ്റാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? ഓർമ്മ ഉണ്ടാവും. ജൂതന്മാര് കാത്തിരിക്കല്ലായിരുന്നോ ഇന്ത്യ റസൂൽ വരാനുണ്ട് അല്ലേ? പക്ഷെ അവര് മുഹമ്മദ് നബി വന്നത് വിശ്വസിച്ചോ? എന്തുകൊണ്ട് അവരെ കൂട്ടത്തിൽ ഒരാൾക്ക് കൊടുത്തില്ല. അത് ആരെ കുഴപ്പമാണെന്ന് ഈ വഹിയും കൊണ്ട് വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്താക്കി? ആള് മാറിയിട്ട് ഇസ്രായേലിനല്ലാത്ത ഒരാൾക്ക് കൊണ്ട് കൊടുത്തു. ആള് മാറി കൊടുത്തു. അപ്പോ ഇവരോട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് നിങ്ങൾ കള്ളമാക്കുന്നത്, നിങ്ങൾ നിഷേധിക്കുന്നത് അല്ലെ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിങ്ങൾ നിഷേധിക്കുകയാണ്. ഗബ്രിയേൽ, അപ്പോ നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ദീനുണ്ട് നിങ്ങൾ ഈ പറയുന്നത്? ആ മലക്ക് ഒരിക്കലും ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരല്ല. അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ആളല്ല. അല്ലാഹു തആല എന്ത് കൽപ്പിച്ചോ അതേ അവർ ചെയ്യും. അപ്പൊ ഇതൊരു അഡ്രസ് മാറി കൊടുത്തുപോയതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പിന്നെ എന്ത് ദീനാണുള്ളത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കൂറ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? പറയൂ, ഓരോന്നോരോന്ന് പറയൂ. അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. പിന്നെയോ വൽ യൗമിൽ ആഖിർ, പറയൂ, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. വൽ മലായിക, മലക്കുകളിൽ വിശ്വസിക്കലാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മലക്കുകളിലും വിശ്വസിക്കുക. വൽ കിതാബ്, കിതാബുകളിൽ, എല്ലാ കിതാബിലും, അല്ലെ, എല്ലാ കിതാബുകളിലും വിശ്വസിക്കലാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനിലും വിശ്വസിക്കലാണ്. പിന്നെയോ വൻ നബിയീൻ, ഒരു നബിയിലല്ല കേട്ടോ, വൻ നബിയീൻ, എല്ലാ നബിമാരിലും വിശ്വസിക്കലാണ്. നമുക്ക് അങ്ങനെ ഒരു നബി പറ്റും മറ്റേ നബി പറ്റൂല എന്നില്ല. നിങ്ങൾ നോക്കൂ, മൂസാ നബി ഓക്കെ, ഈസാ നബി ശരിയില്ല എന്നാണ് ദൂതന്മാര് പറയുന്നത്.
മൂസാ നബി വരെ ഓക്കെയാണ്. ഈസാ നബി അങ്ങനെ ശരിയില്ല, കാരണം പുൽക്കൂട്ടിൽ ജനിച്ചാണ്, വാപ്പല്ലാണ്ട് ജനിച്ചാണ് എന്നൊക്കെയാണ് അവർ ആക്ഷേപിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് അങ്ങനെയല്ല. നമുക്ക് മൂസാ നബി ഉണ്ട്, ഈസാ നബി ഉണ്ട്, അലൈഹിസ്സലാം. ക്രിസ്ത്യാനികൾ പറയുന്നത് ഈസാ നബിയോട് കൂടി കഴിഞ്ഞു. അങ്ങനെയല്ല. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ദൗത്യം കൊണ്ടുപോയി കൊടുക്കുന്ന തൗറാത്തും ഇൻജീലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നബി വേറെ ഉണ്ട്. ആ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബിയും അപ്പൊ ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് വംശമോ കുലമോ ദേശമോ ഭാഷയോ ഒന്നും നോക്കാതെ എല്ലാ നബിമാരിലും ഒരാൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ആര്? ബിർറ് ചെയ്യുന്ന ആൾക്കാർ, അള്ളാഹുവിനോട് കൂറുള്ള ആളുകൾ. എന്തൊക്കെയാണ്? മൻ ആമന ബില്ലാഹ്. നമുക്ക് പഠിച്ചാൽ മതി. മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. വൽ മലായിക, മലക്കുകളിൽ വിശ്വസിക്കലാണ്. വൽ കിതാബ്, കിതാബുകളിൽ വിശ്വസിക്കലാണ്. വൽ നബിയ്യീൻ, നബിമാരിൽ വിശ്വസിക്കലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നബിനല്ലേ ആദ്യം പറയേണ്ടത്? കാരണം നബി അല്ലേ നമുക്ക് കിതാബ് പഠിപ്പിച്ചിരുന്നു. നബി അല്ലേ പരലോകം ഉണ്ടെന്ന് പറഞ്ഞത്. നബി അല്ലേ അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞത്. അള്ളാഹു തന്നെയാണെന്നൊക്കെ പറഞ്ഞത് നബിയല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ മൻ ആമന ബില്ല കഴിഞ്ഞാൽ പിന്നെ ഉടനെ റസൂലിനെ കുറിച്ചല്ലേ പറയേണ്ടത്. അതെന്താ പിന്നെ പരലോകം, മലക്കുകള്, കിതാബുകൾ, പിന്നെയാണ് നബീനെ പറ്റി പറഞ്ഞത്. അപ്പൊ ആ ഒരു ഓർഡറിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ആദ്യം അള്ളാഹു പഠിച്ചത് മലക്കുകളെയാണ് അല്ലെ. ആ മലക്കുകളിൽ ആണ് ഈ ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിച്ച കിതാബ് കൊടുത്തത്. ആ കിതാബാണ് പിന്നെ എത്തുന്നത് നബിമാരിൽ എത്തുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈമാൻ കാര്യത്തിൽ നമ്മൾ എണ്ണി പറയുമ്പോ ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം അല്ലെ, രണ്ട് മലക്കുകളിലുള്ള വിശ്വാസം, പിന്നെ കിതാബുകളിലുള്ള വിശ്വാസം, പിന്നെ അംബിയാ മുർസലീങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയും, പിന്നെ പരലോകത്തിലുള്ള വിശ്വാസം, പിന്നെ ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ പെട്ടുപോകും. അത് പ്രത്യേകിച്ച് വേറെ പറയേണ്ടിയില്ല, പറഞ്ഞാലും കുഴപ്പമില്ല. അതെ, അതായത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലി അനുസരിച്ച് നമ്പർ ഇട്ട് പറയില്ല. 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ഇട്ട് പറയില്ല. ഇസ്ലാംകാരാണെങ്കിലും ഇമാൻകാരാണെങ്കിലും ഒക്കെ ഖുർആനിലുണ്ട്. പക്ഷെ അതൊന്നും നമ്പർ ഇട്ട് പറയുന്ന ശൈലിയല്ല ഖുർആനിലുള്ളത്. ഖുർആൻ എവിടെയാ ശൈലി ഇല്ല. എന്തൊക്കെ അവിടെ കണ്ടിട്ടുണ്ടോ? നിസ്കാരത്തിന്റെ വക്തുകൾ എന്താകുന്നു, 1, 2, 3 ഇങ്ങനെ ഖുർആൻ പറയോ? ഇല്ല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രയാണ്, അതെങ്ങനെയാണ് എന്ന് പറയില്ല. ഈമാൻകാർ എത്ര, ഇസ്ലാംകാർ എത്ര, ഇതൊന്നും ഖുർആന്റെ രീതിയല്ല. ഖുർആൻ അതൊക്കെ വേറെ രീതിയിലാണ് പറയാം. അതിനെയൊക്കെ നമ്പർ ഇട്ട് ചുറ്റപ്പെടുത്തി പറയുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തആല ഈമാൻകാരെ പറഞ്ഞിരിക്കുന്നു. അതിൽ ഖദറിലുള്ള വിശ്വാസം എന്നത് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ചേർത്തി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ തന്നെ പെട്ടതാണ് അതും. അള്ളാഹുവിലുള്ള ഖദർ ഖദാഉള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ തന്നെ പെട്ടതാണ്. അപ്പോ ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ. എന്താ ഇതിന്റെ അർത്ഥം? പറയൂ. ലൈസൽ ബിർറ, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. ലൈസൽ ബിർറ പറയൂ. നന്മയല്ല, പുണ്യമല്ല, ബിർറല്ല. അൻ തുവല്ലൂ, നിങ്ങൾ തിരിയുക എന്ന് പറയുന്നത്, വുജൂഹക്കും നിങ്ങളുടെ മുഖം, അതിനെ നിങ്ങൾ തിരിക്കുക എന്ന് പറയുന്നത് അതാകുന്നു ആകപ്പാട് ബിർറ്. നിങ്ങൾ വിചാരിക്കണ്ട. ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിന് നേരെയോ പടിഞ്ഞാറിന് നേരെയോ. വലാകിന്നൽ ബിർറ, നിശ്ചയമായിട്ടും അൽ ബിർറ് എന്ന് പറഞ്ഞാൽ മൻ ആമന, ഒരുത്തൻ വിശ്വസിക്കലാണ്. ഒരുത്തന് വ്യക്തിയൊക്കെ പറയട്ടോ, വിശ്വസിക്കലാണ്. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള എല്ലാ ഇസ്മുകളും സിഫാത്തുകളും ഒക്കെ പെട്ടതാണ്. അല്ലാഹു എന്ന് പറയുമ്പോ അതെന്താണ്? ഒരു സമ്പൂർണമായ നാമമാണ് അല്ലാഹു എന്ന് പറയുന്നത്. ബഹുവചനമില്ലാത്ത
സ്ത്രീലിംഗം പുല്ലിംഗം വ്യത്യാസമില്ലാത്ത അല്ലാഹു എന്ന് പറയുന്ന പദത്തിന് പകരം വേറൊരു പദമില്ല. ഇലാഹ് എന്നുള്ളതിന് ആലിഹത്ത് എന്നൊക്കെ പറഞ്ഞ ബഹുവചനമൊക്കെ ഉണ്ട്. പക്ഷേ അൽ ഇലാഹ് എന്നതാണ് അല്ലാഹു. അല്ലാഹു എന്ന് പറയുന്നതിന് വേറെ വ്യത്യാസങ്ങളുള്ള പദഭേദങ്ങളോ പാഠഭേദങ്ങളോ ഒന്നുമില്ല. അതൊരു വാക്കാണ് അല്ലാഹു. അത് നമ്മള് ദൈവം എന്നും ഈശ്വരനും ഒന്നും പറഞ്ഞാലൊന്നും ഉണ്ടാവൂല. അല്ലാഹു എന്ന് പറയുന്നത് ഉണ്ടാവൂല. കാരണം അത് വേറെ തന്നെ ഒരു സംഗതിയാണ്. അപ്പൊ അല്ലാഹുവിൽ ഒരാൾ വിശ്വസിക്കലാണ്. മറ്റതൊക്കെ അള്ളാന്റെ വ്യത്യസ്ത ദൈവം എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ അല്ലാഹു എന്നുള്ളതിന്റെ ഒരു ഗുണമാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞത് ഒരു ഗുണമാണ്. ഒക്കെ മലയാളത്തിലേക്കോ സംസ്കൃതത്തിലോ ഒക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹു എന്ന് പറയുന്നതിൽ നമ്മളാ പറഞ്ഞ 99 പേരുകളോ അല്ലെങ്കിൽ അതുപോലെ അനേകം വിശേഷണങ്ങളോ കൂടിയിട്ടുള്ള സംഗതികളൊക്കെ അതിൽപ്പെട്ടതാണ്. അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമം, അതാണ് അള്ളാന്റെ നാമം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയൂ? അന്ത്യനാളിലും വിശ്വസിക്കലാണ്. മലക്കുകളിലും വിശ്വസിക്കലാണ്. കിതാബുകളിൽ വിശ്വസിക്കലാണ്. എന്താണ്? പ്രവാചകന്മാരിൽ അമ്പിയാക്കളിൽ വിശ്വസിക്കലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിൽ നല്ല ഈമാൻ, യഖീനായിട്ടുള്ള ഈമാൻ ഒരാൾക്കുണ്ടാകും. അങ്ങനെ ഒരാൾക്ക് അതാണ് അഖീദ എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ മുഅ്മിനാകുന്നത്, അള്ളാഹുവിനോടുള്ള കൂറ് അയാൾ തെളിയിക്കുന്നത് ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിന്റെ വ്യത്യാസം ഉണ്ടെന്ന്. ശബരിമല പോണതിന് പകരം അച്ഛന് പോവാ, അമ്പലത്തിൽ പോണതിന് പകരം പള്ളിയിൽ പോവാ, കറുപ്പ് കൊടുക്കുന്നതിന് പകരം പച്ച വെളുപ്പ് കൊടുക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതിയുടെ മാറ്റമല്ല. എന്താ മാറ്റമുണ്ടോ? എന്താ മാറ്റമുണ്ട്? ഒരു മുഖ്യനായ പിന്നെ അതിന് തന്നെ പോകേണ്ടത്, മുഖ്യനായ പിന്നെ പള്ളിയിൽ തന്നെയാണ് പോകേണ്ടത്. അതിന് വ്യത്യാസമല്ല. അതാ ഞാൻ പറഞ്ഞത്, രണ്ടും തമ്മിലുള്ള സംഗതികളിൽ ഉള്ള മാറ്റം നമ്മൾ തിരിയാണ്ട് പോകരുത് എന്ന് പറഞ്ഞതുകൊണ്ട്. ഒരാൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുക എന്ന നല്ല പുണ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് എങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കാന്നല്ല. അത് നിസ്കാരത്തെ കുറിച്ചും അമലിനെ കുറിച്ചും ആരാധനയെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ സിഫത്തും പർവ്വത്തും വേറെ പറയും. ഇതിവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈമാനിനെ കുറിച്ചാണ്. ഒരാൾ മുഅ്മിനാകുന്നതും മുഅ്മിനല്ലാതാകുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. ആ വ്യത്യാസത്തെ കുറിച്ച് പറയുമ്പോൾ അനുഷ്ഠാനങ്ങളിലുള്ള മാറ്റം കൊണ്ട് മാത്രം ഒരാൾ എന്താവുകയില്ല, ബിർറ് ചെയ്തവരാവുകയില്ല എന്ന് പഠിപ്പിച്ചുകയാണ്. അല്ല, നമസ്കരിക്കുകയോ നമസ്കരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ ഒരാൾ നമസ്കരിച്ചു എന്നതുകൊണ്ട് മാത്രമാവൂല അവിടെ. അപ്പൊ നമസ്കരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനാവൂല. വരുന്നുണ്ട്, വേറെ അഖീമുസ്സലാ വേറെ വരുന്നുണ്ട്. അപ്പൊ നമസ്കാരത്തെ കുറിച്ചോ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മാത്രം ഒരാൾ ബിർറ് ചെയ്ത ആളാവൂല. ബിർറ് എന്ന് പറയുന്നത് ഈ അടിസ്ഥാനങ്ങളിലേക്കാണ്, വിശ്വാസങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ വിശ്വാസങ്ങൾക്ക് ശേഷമുള്ള കർമ്മങ്ങളെ കുറിച്ച് ഇനി പറയുന്നത്. മനസ്സിലായേ? അത്രയും കാര്യങ്ങൾ ഒരു വിഷയം. അതും വേറെ വിഷയം, പരസ്പര ബന്ധമില്ലാത്ത വിഷയമല്ല, ബന്ധമുള്ള വിഷയമാണ്. അപ്പൊ ഇവിടെ ആത്തൽ മാല എന്ന് ഒരിക്കൽ പറഞ്ഞു, പിന്നെയാണ് ആത്തൽ സക്ക എന്ന് പറയുന്നത്. രണ്ടാക്കിട്ടാ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് വിശദീകരിക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് വേറൊരു പരസ്പര ഇടപാടുകളെ സംബന്ധിച്ചാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിലുള്ള പുണ്യം, എന്താണ് നന്മ, എന്താണ് ബിർറ് എന്ന് വളരെ സമഗ്രമായിട്ട് പഠിപ്പിക്കുന്ന ഒരായത്താണ്. ഈ ആയത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കുക, വ്യത്യസ്തമാക്കുക.
ഇത് നമ്മുടെ ഒരു ഭരണഘടനയായിട്ട് നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് മതി നമ്മുടെ വിജയത്തിന്. നമ്മളെ പരലോക വിജയത്തിന് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഞാനിനി ആത്തൽ മാലാലാവുമ്പി അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. കാരണം ഈ ആത്തൽ മാല എന്ന് പറയുന്നതും ആത്തൽ സക്ക എന്ന് പറയുന്നതും വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അലാ ഹുബ്ബിഹി നബിൽ ഖുർബ ആരാണ്, അതുപോലെ യതാമ ആരാണ്, മസാക്കീൻ ആരാണ്, ഇതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ വിശദീകരിക്കാം. ഇതൊന്ന് നമ്മൾ പാരായണം ചെയ്ത് നോക്കുക. أعوذ بالله من الشيطان الرجيم. എല്ലാവരും കൂടി ഒന്നിച്ച് أعوذ بالله من الشيطان الرجيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب. അങ്ങനെ ഓതുക. ليس البر أن تولوا وجوهكم ميم مسكونة قبل المشرق والمغرب ولكن سكون النون شدت لا ولكن البر من آمن പറയാൻ പാടില്ല. ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. 177ാമത്തെ ആയത്ത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് എത്ര തവണ ഓടി വരും? 7 തവണ ഓടും. 7 തവണ ചെറിയൊരു തരലില്ല, നല്ലത് തെറ്റിക്കരുത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ വന്നാൽ തന്നെ ഓർമ്മയാണ്. ഒരു ദിവസം പ്രാവശ്യം ഓടിയാൽ ഓടാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്.